ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആട്ടോ. +2 കഴിഞ്ഞ ഒട്ടുമിക്ക കുട്ടികളും തിരഞ്ഞെടുക്കുന്ന ഒരു കോഴ്സാണ് നേഴ്സിംഗ് പ്രൊഫഷൻ. അപ്പോൾ നേഴ്സിംഗിന് പോകുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു, എങ്ങനെയാണ് നേഴ്സിംഗ് പഠിക്കേണ്ടത്, അതിന് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ, അതുപോലെ തന്നെ ഒരു ടൈം ടേബിൾ പറഞ്ഞു തരാമോ, എക്സാമിന് മുൻപ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ +2 ആ ഒരു എൻവോൺമെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേഴ്സിംഗ് ഫീൽഡിലേക്ക് കിടക്കുമ്പോൾ പുതിയ സബ്ജക്റ്റുകളെയൊക്കെ പരിചയപ്പെടുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര ടഫായിട്ട് തോന്നും പഠിക്കാനായിട്ട്. മാത്രമല്ല പുതിയ പുതിയ സബ്ജക്റ്റുകൾ ഒത്തിരി പഠിക്കാനുണ്ട്. അതിനോടൊപ്പം തന്നെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അസൈൻമെന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം നമ്മൾ കറക്റ്റ് സമയത്ത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കണം. അപ്പൊ ഞാൻ എന്റെ പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പഠിപ്പിക്കുമ്പോൾ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ മാക്സിമം പഠിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ ഫസ്റ്റ് ഇയറിലൊന്നും നമുക്ക് ചിലപ്പോൾ അതിന് പറ്റിയെന്ന് വരത്തില്ല. എന്നിരുന്നാലും നിങ്ങളെ പറ്റുന്നത് പോലെ നിങ്ങൾ അത് ചെയ്തു തീർക്കുക. കാരണം നമുക്ക് ഫസ്റ്റ് ഇയർ ഒരുപാട് റിക്വയർമെന്റ്സ് ചെയ്തു തീർക്കാനുണ്ട്. ക്ലിനിക്കൽ പോസ്റ്റിംഗ്സ് ഉണ്ട്, കെയർ പ്ലാൻ, കേസ് സ്റ്റഡി, ഹെൽത്ത് എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ നമുക്ക് ചിലപ്പോൾ അന്നന്ന് പഠിപ്പിക്കുന്ന സബ്ജക്റ്റിന്റെ ടോപ്പിക്സ് ഒന്നും ചിലപ്പോൾ അന്നൊന്ന് പഠിച്ചു തീർക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്രീവിയസ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് എക്സാമിന് മുൻപ് നമ്മൾ ഒരു സബ്ജക്റ്റിന് പ്രിപ്പയർ ആകേണ്ടത് എന്ന്. അപ്പോൾ എക്സാമിന്റെ സമയത്ത് നമുക്ക് എക്സാമിന് മുൻപ് എന്തായാലും സ്റ്റഡി ലീവ് ഉണ്ടായിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഉള്ള എല്ലാ സബ്ജക്റ്റിനും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ഞാനൊക്കെ പഠിച്ച സമയത്ത് എനിക്ക് ഇയർലി ആയിരുന്നു എക്സാം. അതായത് ഫസ്റ്റ് ഇയറിൽ ഒരു എക്സാം, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ആൻഡ് ഫോർത്ത് ഇയർ, അങ്ങനെ 4 വർഷമായിരുന്നു എക്സാം വരുന്നത്. ഇപ്പോൾ അത് സെമസ്റ്റർ സിസ്റ്റം ആക്കി 6 മാസം കൂടുമ്പോഴാണ് എക്സാം വരുന്നത്. അപ്പൊ ഫസ്റ്റ് സെമസ്റ്ററിൽ ഏതൊക്കെ സബ്ജക്റ്റുകളുടെ എക്സാം ആണ് വരുന്നത്, സെക്കൻഡ് സെമസ്റ്ററിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എന്ന് വരുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കണം. അതായത് ഫസ്റ്റ് നിങ്ങൾക്ക് സ്റ്റഡി ലീവ് പറയുന്ന സമയത്ത് നിങ്ങൾ പഠിക്കാനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം തുടങ്ങണം. എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം, വീട്ടിൽ പോയി വരുന്ന കുട്ടികളുണ്ടായിരിക്കാം. അപ്പൊ എങ്ങനെയുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി കണ്ടുപിടിക്കുക. ഇപ്പൊ ഹോസ്റ്റലിലുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ഹോസ്റ്റലിലെ റൂംസ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റഡി ഹാൾ ഉണ്ടായിരിക്കും, കോളേജില് ക്ലാസ് റൂം ഉണ്ടായിരിക്കും, വരാന്ത ഉണ്ടായിരിക്കും, അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത പ്ലേസ് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള ടെക്സ്റ്റ്, ബുക്ക്, പേന, പെൻസില്, പേപ്പർ എല്ലാം നിങ്ങൾ കയ്യിൽ കരുതുക. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോയി എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നിങ്ങൾ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ പഠിക്കാൻ വേണ്ടി ഇരിക്കുക. പഠിക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ ഒരു അല്പനേരം പ്രാർത്ഥിക്കുക, ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങൾ പഠനം തുടങ്ങുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ച് പഠിക്കാനായിട്ട് ഒരുങ്ങുക. ഇനി പല കുട്ടികൾക്കും ഇപ്പൊ ഫസ്റ്റ് ഇയറിലൊക്കെ വന്ന കുട്ടികൾക്ക് ചിലർക്ക് പെട്ടെന്ന് മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്നു കഴിയുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കും. പെട്ടെന്ന് മനസ്സിലായി എന്ന് വരത്തില്ല, അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളൊക്കെ നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചോ, നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഠിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഓരോ സബ്ജക്ട്സിനെ ഡിവൈഡ് ചെയ്യണം. ഏതൊക്കെ ടോപ്പിക്സ് എത്ര ദിവസം കൊണ്ട് എനിക്ക് പഠിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കി വെക്കണം. അതനുസരിച്ച് വേണം നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ ഫസ്റ്റ് സെമസ്റ്ററിൽ എത്ര സബ്ജക്റ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ സബ്ജക്റ്റും എത്ര ദിവസം എത്ര ടോപ്പിക്സ് എനിക്ക് പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സിലബസിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മുഴുവൻ കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതല്ല, സിലബസിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനിയിപ്പോ നിങ്ങൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന്റെ ഇടയ്ക്കും ചിലപ്പോൾ 2-3 ദിവസങ്ങളൊക്കെ കിട്ടാറുണ്ട്. അതായത് അനാട്ടമി, ഫിസിയോളജി എക്സാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും മൈക്രോബയോളജിയുടെ എക്സാം വരുന്നത്. അപ്പൊ ആ ദിവസവും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ റിവിഷൻ നടത്തുക. അതായത് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് എടുത്ത് നോക്കി റിവൈസ് ചെയ്യുക.
അപ്പൊ ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ആദ്യം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ പലർക്കും പല സബ്ജക്റ്റുകളായിരിക്കും ടഫ്. ചിലർക്ക് അനാട്ടമി ആയിരിക്കും, ചിലർക്ക് മൈക്രോബയോളജി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ടഫ് ആയിട്ടുള്ള സബ്ജക്ട്, ആ സബ്ജക്ട് ആദ്യം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എത്ര ദിവസം കൊണ്ട് എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം പലർക്കും പല സമയമായിരിക്കും എടുക്കുന്നത് പഠിക്കാനായിട്ട്. ചിലർക്ക് ഒറ്റ പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന കുട്ടികളുണ്ടായിരിക്കാം. ചിലർക്ക് ഒരു കാര്യം തന്നെ പല പ്രാവശ്യം വായിച്ചാലായിരിക്കും മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ഉണ്ടല്ലോ, ആ ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ തന്നെ ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് നിങ്ങൾ ആദ്യം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നേരത്തെ ഷോർട്ട് നോട്ട്സ് ഒന്നും ഉണ്ടാക്കി വെക്കാത്ത കുട്ടികളാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. അപ്പൊ എക്സാമിന് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾക്ക് ഈ ഷോർട്ട് നോട്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും. മൊത്തം കാര്യങ്ങൾ ആദ്യം തൊട്ട് എടുത്ത് നോക്കേണ്ട ആവശ്യം വരത്തില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി പഠന സമയം നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ പഠിക്കാനുള്ള സമയവും സൗകര്യവും ഒക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവിടുത്തെ പ്രെയറും അതുപോലെ തന്നെ മെസ് ടൈം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കാൻ. ഇനി വീട്ടിലിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കുക. അപ്പൊ നിങ്ങളുടെ സമയവും സൗകര്യവും ഒക്കെ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു നല്ല ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇപ്പൊ രാവിലെ നിങ്ങൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. രാത്രി ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നതാണ്. കാരണം ആ സമയത്ത് നമ്മൾ പഠിക്കുന്നത് നന്നായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് രാവിലെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കുക. അതിന് ഫ്രഷപ്പ് ഒക്കെ ആയതിനു ശേഷം ഒരു 4:30 തൊട്ടോ അല്ലെങ്കിൽ 5 മണി തൊട്ട് ഒരു 8 മണി വരെ നിങ്ങൾക്ക് സ്റ്റഡി ടൈം ആണ്. ഇതിനിടയ്ക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ പ്രെയർ ടൈം ഉണ്ടായിരിക്കാം, പള്ളി രാവിലെ കുർബാനയ്ക്ക് പോകുന്ന കുട്ടികളുണ്ടായിരിക്കാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി 8 മണിക്ക് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം ആയിരിക്കും. അപ്പോൾ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഒരു 9 മണി തൊട്ട് 12 മണി വരെ വീണ്ടും നിങ്ങൾക്ക് സ്റ്റഡി ടൈം ആണ്. അപ്പൊ നിങ്ങൾ രാവിലെ പഠിക്കേണ്ട സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്ട് നിങ്ങൾ രാവിലെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കാനൊക്കെ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണോ അത് നിങ്ങൾ രാവിലെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പഠിക്കുമ്പോൾ നിങ്ങൾ 2-3 മണിക്കൂർ ഒരേ സബ്ജക്ട് തന്നെ കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കാതെ സബ്ജക്റ്റുകൾ മാറി മാറി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒരേ സബ്ജക്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് 2-3 മണിക്കൂർ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉറക്കം വരും, അല്ലെങ്കിൽ മടി തോന്നും, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് 2 മണിക്കൂറിന് ശേഷം വേറെ സബ്ജക്ട് എടുക്കാം. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് 10 മിനിറ്റ് നിങ്ങൾക്ക് വെള്ളം കുടിക്കാനോ എന്തെങ്കിലും ഒക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 10 മിനിറ്റിനൊക്കെ ബ്രേക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് പഠിക്കാതെ കുറച്ച് പേരൊക്കെ ബ്രേക്ക് എടുത്ത് പഠിക്കുക. ഇനി നിങ്ങൾ ഏകദേശം 12:30-1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക് ആണ്. അപ്പൊ ആ സമയത്ത് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ മെസ്സിൽ പോയി ഫുഡ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്താണ് എന്ന് ബാക്കിയുള്ള കുട്ടികളോട് ഡിസ്കസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 2 മണി തൊട്ട് 4 മണി വരെ നിങ്ങൾക്ക് വീണ്ടും സ്റ്റഡി ടൈം ആണ്. ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള സബ്ജക്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ സമയത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരുന്ന സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് സ്റ്റഡി നടത്താം. അതായത് 2 പേരോ 3 പേരോ ഒക്കെ ഒരുമിച്ചിരുന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് വരച്ചു പഠിക്കാനുള്ള കാര്യങ്ങൾ, ഇപ്പൊ അനാട്ടമിയിലാണെങ്കിൽ നമുക്ക് ഒരുപാട് വരച്ചു പഠിക്കാനുണ്ട്, ലേബൽ ചെയ്യാനുണ്ട്. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എഴുതി പഠിക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യുക. അതുപോലെ നടന്നു വായിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പൊ നമുക്ക് ആ സമയത്ത് കൂടുതൽ ഉറക്കം വരുന്ന സമയമായതുകൊണ്ട്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക. അതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് എടുത്ത് നോക്കുക, കൂട്ടുകാർ തമ്മിൽ ഡിസ്കസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. അതിനുശേഷം 4 മണിക്ക് നിങ്ങൾക്ക് ബ്രേക്ക് ആണ്. ആ സമയത്ത് നിങ്ങൾ കോഫി കുടിച്ചിട്ട് വരിക. അതിനുശേഷം ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ കുളിക്കാനോ അലക്കാനോ ഒക്കെ ഉള്ള സമയം വേണ്ടി വരും. അങ്ങനെ ഒരു 5-5:30 മണിയോടുകൂടി തീർത്തിട്ട് 6 മണി തൊട്ട് 8 മണി വരെ വീണ്ടും സ്റ്റഡി ടൈം ആണ്. അപ്പൊ ആ സമയത്ത് ഇതിനിടയ്ക്ക് പ്രെയറും ഒക്കെ ഉണ്ടായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കാനുള്ളത് ആ സബ്ജക്ട് നിങ്ങൾ പഠിക്കുക. ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി വെക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യണം. അതുപോലെ തന്നെ 6 മണി തൊട്ട് 8 മണി വരെ വീണ്ടും നിങ്ങൾക്ക് സ്റ്റഡി ടൈം ആണ്. ആ സമയത്ത് നിങ്ങൾ ഒരു സബ്ജക്ട് പഠിക്കുക. അതിനുശേഷം 8 മണിക്ക് ഡിന്നർ കഴിക്കാനുള്ള സമയമാണ്. ഇപ്പൊ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 7:30-8 മണിക്കൊക്കെ ആയിരിക്കും. അതിനുശേഷം നിങ്ങൾ 8:30 to ഒരു 10:30 വരെ നിങ്ങൾക്ക് സ്റ്റഡി ടൈം ആണ്.
ഇപ്പോൾ കോളേജിലൊക്കെ പോയിരുന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് വേണമെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി നിങ്ങൾക്ക് നടത്താം. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യാം. പിന്നെ കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ അന്ന് ആ ദിവസം എന്തൊക്കെ സബ്ജക്റ്റ് ആണ് പഠിച്ചത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിച്ചത്, അതിലെ ഓരോ കാര്യങ്ങൾ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതൊക്കെ നോക്കി അതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ നോക്കുക. അതുപോലെ തന്നെ നാളെ ഏത് സബ്ജക്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്, ഏത് ടോപ്പിക്കാണ് പഠിക്കുന്നതെന്ന കാര്യങ്ങളും നോക്കി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ആദ്യം പഠിക്കുക. ഈസി ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ ഉറക്കം വരുന്ന സമയത്തൊക്കെ പഠിച്ചു തീർക്കുക. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക. 2-3 പേര് ഒരുമിച്ചിരുന്ന് ഗ്രൂപ്പ് സ്റ്റഡി നടത്തുക. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാവുന്ന കുട്ടികളോട് ചോദിച്ച് പഠിക്കുക, സീനിയേഴ്സിനോട് ചോദിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.